എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നലെ കണ്ണൂരിലെ 2 ആൾക്കാർ ഇടിമിന്നലേറ്റ് മരിച്ച ഒരു സംഭവം നമ്മൾ കേട്ടു. അപ്പോൾ ഇനി തുലാവർഷമാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം, ഇനിയും ഇടിയും മിന്നലുള്ള ഒരുപാട് നാളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇടിയും മിന്നലിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ എങ്ങനെയാണ് ഈ ഇടിമിന്നൽ രൂപപ്പെടുന്ന കാര്യം ഒന്ന് ചെറിയ രീതിയിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളിത് വളരെ ചെറിയ സ്കൂളുകളിലോ മറ്റ് ക്ലാസ്സുകളിലോ ഒക്കെ പഠിച്ചതായിരിക്കാം. പക്ഷെ ഇപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു ധാരണയും ഉണ്ടാവണമെന്നില്ല. ഓർമ്മകൾ പലതും നമ്മളിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഇതൊക്കെ നമുക്ക് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താണ് ഇടിമിന്നൽ എന്നുള്ള കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറയുകയാണ്. മിന്നൽ എന്നത് വലിയൊരു വൈദ്യുത ഡിസ്ചാർജ് ആണ്. കാർമേഘങ്ങൾ, അതായത് ഇടിമിന്നലിന് കാരണമാകുന്ന കാർമേഘങ്ങൾക്ക് മുകളിലൂടെ വലിയ രീതിയിലുള്ള ശക്തമായ വായുപ്രവാഹങ്ങൾ ഉണ്ടായിരിക്കും. ഇതേ സമയം തന്നെ ഈ കാർമേഘത്തിന്റെ താഴെ ഭാഗത്ത് നിന്നും ജലകണങ്ങളും ചെറിയ ഐസ് കഷ്ണങ്ങളും താഴോട്ട് പോകുന്നുണ്ടായിരിക്കും. മുകളിലൂടെ ശക്തമായി പോകുന്ന വായുപ്രവാഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിനാൽ വലിയ തരത്തിലുള്ള ഒരു ഘർഷണം അഥവാ ഫ്രിക്ഷൻ അവിടെ രൂപപ്പെടുന്നു. അതായത് ഈ ഒരു ഫ്രിക്ഷൻ കാരണം അവിടെ പോസിറ്റീവ് ചാർജുകൾ രൂപപ്പെടുകയും ഇതേ സമയം തന്നെ താഴെ ചെറിയ ഐസ് കഷ്ണങ്ങൾക്കിടയിലായി നെഗറ്റീവ് തരത്തിലുള്ള ചാർജുകൾ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. മേഘത്തിന് മുകളിൽ പോസിറ്റീവ് ചാർജും താഴെ ഈ ഐസ് കഷ്ണങ്ങളും മറ്റ് ജലഗണങ്ങൾക്കും ആ ഒരു ഭാഗത്തായി നെഗറ്റീവ് ചാർജ് രൂപപ്പെടുന്നു. ഇതേ സമയം തന്നെ ഭൂമിയിൽ പോസിറ്റീവ് ചാർജുകളാണ് രൂപപ്പെടുന്നത്. ഈ ഒരു ചാർജുകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം ഒരുപാട് നേരം അതിക്രമിക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്തിന് ശേഷം പിന്നീട് നമ്മുടെ വായു ഒരു കറണ്ട് കാരിയിങ് മീഡിയം അല്ലെങ്കിൽ വൈദ്യുതി പ്രവാഹ ചാലകമായി വർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യുതി എന്തുണ്ടാവുന്നു? പ്രവഹിക്കുന്നു. അതായത് നമ്മുടെ ഭൂമി പോസിറ്റീവ് ചാർജുള്ള നമ്മുടെ ഭൂമിയിലേക്ക് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ആ ഒരു മേഘങ്ങളിൽ നിന്നും നെഗറ്റീവ് ചാർജുകൾ പുറത്തോട്ടേക്ക് വരുന്നു. ആ ഒരു വൈദ്യുത പ്രവാഹമാണ് നമ്മൾ മിന്നലായി കാണപ്പെടുന്നത്. മിന്നലുകൾ ഈ മേഘങ്ങൾ തമ്മിലുള്ള വൈദ്യുത പ്രവാഹമോ അല്ലെങ്കിൽ ഈ മേഘവും ഭൂമിയും തമ്മിലുള്ള വൈദ്യുത പ്രവാഹമോ ആവാം. ഇനി നമ്മുടെ ഒരു സംശയമാണ്, നമ്മൾ ഈ ഇടിയും മിന്നലും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആദ്യം മിന്നൽ കണ്ടതിന് ശേഷമാണ് ഇടി കേൾക്കുന്നതല്ലേ? പക്ഷേ ഈ ഇടിയും മിന്നലും ഒരേ സമയം തന്നെ ഉണ്ടാവുന്നതാണ്. മിന്നലുണ്ടാവുമ്പോൾ വായു അതിവേഗം ചൂടാവുകയും വികസിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് വലിയ ശബ്ദ തരംഗങ്ങൾ ഉണ്ടാവുന്നു. പക്ഷേ നമുക്കറിയാം, പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ വേഗതയേക്കാളും വായുവിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മിന്നൽ കാണുകയും പിന്നെ ഇടി കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഇടിമിന്നൽ ഉണ്ടാവുന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായില്ലേ? ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് നമ്മൾ കടക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും നമ്മൾ വളരെ ചെറുതായി ലാഘവത്തോടെ തള്ളുന്ന പല കാര്യങ്ങളുമായിരിക്കാം മരണത്തിലേക്ക് നയിക്കുന്നത്. ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ വീടിന് പുറത്താണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ആദ്യം നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക. തുറസായ സ്ഥലങ്ങളിൽ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, പരമാവധി ഉയരം കുറഞ്ഞ സ്ഥലങ്ങളിൽ പോയി നിൽക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, മരച്ചുവട്ടിൽ നിൽക്കാൻ പാടില്ല. ഒറ്റപ്പെട്ടതോ ഉയരം കൂടിയതായ മരച്ചുവട്ടിൽ നമ്മൾ സേഫ്റ്റിക്ക് വിചാരിച്ചിട്ട് ഒരു മരത്തിൻ്റെ കീഴല്ലേ നമുക്ക് സേഫ് ആയിരിക്കും എന്ന് വെച്ചിട്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല. അത് നമ്മളെ കൂടുതൽ പെട്ടെന്ന് ഈ ഒരു മിന്നൽ ആഘാതം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഉയരം കൂടിയതും ഒറ്റപ്പെട്ടതും ആയിട്ടുള്ള മരച്ചുവട്ടിൽ നിൽക്കരുത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളക്കെട്ടിൽ ഇറങ്ങരുത്. അതായത് തുറന്ന ജലാശയങ്ങളിൽ പോയി കുളിക്കാനോ അലക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ പാടില്ല. ഇനിയിപ്പോൾ മത്സ്യബന്ധനത്തിന് ഇറക്കിയ ബോട്ടുകൾ ഉണ്ടെങ്കിൽ ഇടിയും മിന്നലും കണ്ടാൽ എത്രയും വേഗം തന്നെ തിരിച്ച് കരയിലോട്ട് പോകേണ്ടതാണ്. ഇനി എവിടേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് ചോദിച്ചാൽ, സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്, വാഹനങ്ങൾ നമുക്ക് സുരക്ഷിതമാണ്. കാറ് പോലുള്ള അടച്ച വാഹനങ്ങളിൽ ഇരിക്കുന്നത് ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും സുരക്ഷിതരായിരിക്കും. എന്നാൽ സൈക്കിൾ, മോട്ടോർ സൈക്കിൾ, ട്രാക്ടർ അങ്ങനെയായിട്ടുള്ള തുറസായിട്ടുള്ള വാഹനങ്ങളിൽ പോയിട്ട് ഒരിക്കലും ഇരിക്കാതിരിക്കുക. അത് ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യത കൂട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിലത്ത് കിടക്കാൻ പാടില്ല. മിന്നലേൽക്കുന്നത് തടയാണെന്ന് നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ വലിയ റോങ്ങിലോട്ടേക്കായിരിക്കും എത്തിക്കുക. അതുകൊണ്ട് നിലത്ത് കിടക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ പുറത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ വളർത്തു മൃഗങ്ങളും പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവയെ സുരക്ഷിതമായിട്ട്
നമ്മുടെ വീടുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഈ ഒരു ഇടിമിന്നൽ കാണുമ്പോൾ തന്നെ മാറ്റാൻ ശ്രമിക്കുക. കാരണം ഓരോ ജീവനും വിലയുണ്ടല്ലോ. അവരെ ഒരു തുറസായ സ്ഥലങ്ങളിലൊന്നും പോയി ഒരിക്കലും കെട്ടിടരുത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ വീടിനകത്താണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വീടോ അല്ലെങ്കിൽ ഏത് കെട്ടിടാണോ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇടിമിന്നലിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഇതിന് ആയിട്ട് ശ്രമിക്കുക. പിന്നെ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിടുക. തുറന്ന വാതിലുകൾക്ക് സമീപമായിട്ടോ ജനലുകൾക്ക് സമീപമായിട്ടോ ഇനി ബാൽക്കണിയിലോ പോയി ഒരിക്കലും നിൽക്കാതിരിക്കുക. പിന്നീടുള്ളത് വൈദ്യുതോപകരണങ്ങൾ വിച്ഛേദിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളായിട്ടുള്ള TV, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ ഇത്തരം ഉപകരണങ്ങൾ നമ്മൾ ഓഫ് ചെയ്യുകയും പ്ലഗ് സോക്കറ്റിൽ നിന്നും നമ്മൾ വിച്ഛേദിക്കുകയും ചെയ്യണം. പിന്നീടുള്ള കാര്യം ലോഹവസ്തുക്കളുടെ കാര്യമാണ്. ലോഹവസ്തുക്കൾ അതായത് നമ്മുടെ മെറ്റൽ ഒബ്ജക്റ്റുകളുമായിട്ടുള്ള മാക്സിമം കോണ്ടാക്റ്റ് ഒഴിവാക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ അതുമായിട്ടൊന്നും സ്പർശിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഫോൺ ഉപയോഗം. ഫോൺ ഉപയോഗം എന്ന് വെച്ചാൽ കോഡ് ഉള്ള സാധാരണ ലാൻഡ് ഫോണുകൾ ആ ഒരു സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ സാധാരണ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും കുത്തിവെച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ പൊട്ടിത്തെറിച്ച ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുളിയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ഈ ജലവുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കുകയാണ് വേണ്ടത്. കുളിക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ കുളിക്കൽ മാത്രമല്ല നമ്മുടെ പാത്രം കഴുകുക. അങ്ങനെ പൈപ്പിൽ നിന്നും ചില സമയത്ത് നമുക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ പൈപ്പുമായിട്ടുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഈ വാട്ടറുമായിട്ടുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ജലവുമായിട്ടുള്ള കോണ്ടാക്റ്റ് നമ്മൾ ഈ ഒരു സമയത്ത് മാക്സിമം ഒഴിവാക്കുക. പിന്നീടുള്ളൊരു കാര്യം നമ്മൾ പൊതുവെ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ്, ഭിത്തിയിലും തറയിലും ഒന്നും സ്പർശിക്കാതിരിക്കുക. നമ്മൾ ആ ഒരു സമയത്ത് കട്ടിലിലോ അങ്ങനെ മറ്റു കയറി ഇരിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുറത്തും അകത്തുമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇനി അവസാനമായി എന്തൊക്കെ മുൻകരുതൽ എടുക്കാം എന്ന കാര്യം കൂടി പറയാം. കൃത്യമായി ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുക. പിന്നെ പരമാവധി യാത്രകൾ ഒഴിവാക്കുക. അത്തരം സന്ദർഭങ്ങളിൽ യാത്രകൾ ഒഴിവാക്കുക. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈതാനങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും ഉള്ള യാത്രകൾ ഒഴിവാക്കുക. പിന്നീട് ബേസ്മെൻറ്റ് പോലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കണം. ലോഹ ഉപകരണങ്ങൾ ഒഴിവാക്കുക. വലിയ ജനക്കൂട്ടം ഒഴിവാക്കുക. പിന്നീട് നമ്മുടെ സോളാർ പാനലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആൻറ്റിനകളോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവയുമായിട്ട് ബന്ധപ്പെട്ട വയറുകളൊക്കെ കണക്ഷൻ വിച്ഛേദിക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ എർത്ത് ലൈൻ കറക്റ്റായിട്ടില്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ വലിയ കെട്ടിടങ്ങളാണെങ്കിൽ നമ്മുടെ മിന്നൽ രക്ഷാ ചാലകങ്ങൾ ഉണ്ടോ എന്നും നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു മരണം പോലും ഇടിമിന്നൽ കൊണ്ട് ഉണ്ടാവാതിരിക്കട്ടെ. നമസ്കാരം.